പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ഫെബ്രുവരി മാസം 4-ാം തീയതി ബുധനാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? കരമുയർത്തി പറ, കർത്താവെ നന്ദിയോടെ സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് അനുഗ്രഹിച്ചില്ലേ? കരമുയർത്തി കർത്താവിനോട് പറ, കർത്താവെ നന്ദിയോടെ സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഉണർത്തിയില്ലേ? കർത്താവിന് കരമുയർത്തി പിടിച്ചുകൊണ്ട് പറ, കർത്താവെ സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന കർത്താവിന് സന്തോഷത്തോടെ ആനന്ദത്തോടെ കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഒരിക്കലൂടെ പറ, യഹോവ നല്ലവനല്ലോ, എൻ്റെ കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. കഴിഞ്ഞ 3 ദിവസത്തെ പ്രാർത്ഥനയും ഉപവാസത്തെയും നമുക്ക് അനുഗ്രഹമാക്കി തന്ന കർത്താവിന് ആമേൻ ആമേൻ. നന്ദിയോടെ സ്തോത്രം അപ്പ, നന്ദിയോടെ സ്തോത്രം അപ്പ, നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ കൃപ ഞങ്ങളെ അനുഭവിച്ചു, അങ്ങയുടെ സ്പെഷ്യൽ ഫേവർ ഞങ്ങൾക്കുണ്ടായിരുന്നു. എല്ലാത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങേക്ക് ഞങ്ങളോട് കരുണ തോന്നിയതിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ 3 ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തന്നതിന് ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. യേശുവേ നന്ദിയോടെ സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ ദയക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, അങ്ങയുടെ ദയക്കായിട്ട് കർത്താവെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, അങ്ങയുടെ ദയക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. 13-ാം സങ്കീർത്തനം അതിൻ്റെ 5ഉം 6ഉം വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു, കർത്താവിൻ്റെ കരുണയിൽ ഞാനോ കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നു, എൻ്റെ ഹൃദയം കർത്താവിൻ്റെ രക്ഷയിൽ ആനന്ദിക്കും. യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കുകൊണ്ട് ഞാൻ കർത്താവിന് പാട്ടുപാടും. കർത്താവ് ചെയ്ത നന്മകളെ ഓർത്ത് ആ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലവും രാത്രികാലവും ഒക്കെ ഞങ്ങളെ കാത്തു പരിപാലിച്ചല്ലോ, സ്തോത്രം. ആരോഗ്യത്തോടെ എഴുന്നേൽപ്പിച്ചല്ലോ, സ്തോത്രം. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നല്ലോ, സ്തോത്രം. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. 2026 ഫെബ്രുവരി മാസം 4-ാം തീയതി കർത്താവെ, ഈ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതത്തിൻ്റെ പകലായി മാറട്ടെ. എ ഡേ ഓഫ് മിറക്കിൾസ്. ഹല്ലേലൂയ. ആമേൻ. ഡേ ഓഫ് മിറക്കിൾസ് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നു. 4-ാം തീയതി എ ഡേ ഓഫ് മിറക്കിൾസ്. ഹല്ലേലൂയ. നന്ദിയോടെ 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 സ്തോത്രം, നന്ദിയോടെ 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 സ്തോത്രം. കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഭൂമിയിലെങ്ങും ഒരു ജാതിയിലും സംഭവിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങൾ അങ്ങയുടെ സർവ്വജനത്തിന് മുമ്പാകെ അങ്ങ് കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു, പഴയ നിയമത്തിൽ ചെയ്തെങ്കിൽ ഇന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഭൂമിയിലെങ്ങും ഒരു ജാതിയിലും സംഭവിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങൾ തൻ്റെ മക്കളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു ദിവസമായി മാറട്ടെ. ദ ഡേ ഓഫ് മിറക്കിൾസ് ആയി മാറട്ടെ. ആമേൻ. രോഗികളായിരിക്കുന്നവർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ രോഗത്തിൻ്റെ അവസ്ഥകളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോട്ടെ. പൂർണ്ണ സ്വാതന്ത്ര്യം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേലുണ്ടാകട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ രോഗമുള്ള ഭാഗത്തേക്ക് കൈവച്ചാട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗശക്തികൾ വിട്ടുപോട്ടെ. രോഗത്തിൻ്റെതായ അനുഭവങ്ങളെല്ലാം മാറിപ്പോട്ടെ. പൂർണ്ണമായ സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ രോഗസൗഖ്യമുണ്ടാകട്ടെ. അതുപോലെ കർത്താവെ, ഹൃദയ സംബന്ധമായ രോഗങ്ങളുടെ മേൽ കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി നടക്കണം. ഹാർട്ട് ബ്ലോക്ക് ആയിട്ടിരിക്കുന്നു. ആമേൻ. 90% ബ്ലോക്ക്, 70% ബ്ലോക്ക്. ഇതൊക്കെ യേശുവിൻ്റെ നാമത്തിൽ ആ ബ്ലോക്കുകൾ മാറിപ്പോകട്ടെ. ഓപ്പറേഷനാലല്ല, യേശുവിൻ്റെ നാമത്താൽ, അത്ഭുത ശക്തിയാൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അത് മാറിപ്പോകുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ സാമ്പത്തികമായ സകല ആവശ്യങ്ങളിലും ദൈവത്തിൻ്റെ കൃപയുണ്ടാകണം. ജോലിയില്ലാത്തവർക്ക് കർത്താവ് ജോലി കൊടുത്ത് അനുഗ്രഹിക്കണം. ആമേൻ. കുഞ്ഞുങ്ങളില്ലാത്ത കുടുംബങ്ങൾ, കർത്താവെ വിവാഹം കഴിഞ്ഞു നാളുകളായി കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്നവർ, ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങ് അത്ഭുതം ചെയ്യണമേ. അതുപോലെ കർത്താവെ, ഈ പ്രഭാതത്തിൽ ആമേൻ വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർ വിവാഹം തക്ക സമയത്ത് നടക്കുവാൻ കർത്താവെ അങ്ങ് ഇടവരുത്തണമേ. ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുമ്പോൾ അങ്ങയുടെ നാമം ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അപ്പോൾ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ബ്ലസ് ചെയ്യണമേ. കർത്താവെ, വലിയൊരു ഉണർവിന് വേണ്ടി അഭിഷക്തന്മാരെയും സഭകളെയും ലോകവ്യാപകമായി ഒരുക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ, നമ്മുടെ സഭായോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് ഏറ്റവും അനുഗ്രഹമായി തീരണം. ദൈവിക മഹിമ ആ സഭായോഗത്തിൽ കാണുവാൻ കർത്താവ് സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും
ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. കഴിഞ്ഞ 3 ദിവസങ്ങൾ കർത്താവ് നമുക്ക് അനുഗ്രഹിച്ച് തന്നു. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളായിരുന്നു. കർത്താവിന് സ്തോത്രം ചെയ്യാം. പ്രത്യേകമായിട്ട് ഓർപ്പിക്കാനുള്ളത്, ഇന്ന് നമുക്ക് ഓൺലൈൻ സർവീസ് ഉണ്ടായിരിക്കത്തില്ല. കാരണം കഴിഞ്ഞ 3 ദിവസം നമുക്ക് അടുപ്പിച്ച് മീറ്റിങ്ങുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് ഇന്ന് ആ ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടാകത്തില്ല. ഇനിയും അടുത്തത് വെള്ളിയാഴ്ച രാവിലെ ഇന്ത്യൻ സമയം ആമേൻ 8 മണിയോടുകൂടെ നമ്മുടെ സഭായോഗം ആരംഭിക്കും. പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ അതിൽ പങ്കെടുക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന ആലോചന എന്ന് പറയുന്നത് റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നത്. എന്താണ് പറഞ്ഞത്? വിശ്വാസം കേൾവിയാലും കേൾവി കർത്താവിൻ്റെ വചനത്താലുമാണ് വരുന്നത്. അപ്പം ഇന്നത്തെ മെസ്സേജിൻ്റെ ഒരു തലക്കെട്ട് എന്നാന്ന് ചോദിച്ചാൽ നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. വിശ്വാസത്തെ എന്ത് ചെയ്യണം? വർദ്ധിപ്പിക്കണം. അപ്പം വിശ്വാസം എങ്ങനെ വരുന്നു? വിശ്വാസം കേൾവിയാൽ. കേൾവി എന്താണ്? ക്രിസ്തുവിൻ്റെ വചനത്താൽ വരുന്നു. ആമേൻ. എന്തെങ്കിലും ഹിസ്റ്ററി കേട്ടതുകൊണ്ട് നമുക്ക് വിശ്വാസം വർദ്ധിക്കത്തില്ല. സ്റ്റോറി കേട്ടതുകൊണ്ട് വിശ്വാസം വർദ്ധിക്കത്തില്ല. ആരെങ്കിലും കുറച്ച് കഥകൾ പറഞ്ഞ് മറ്റാരുടെയും കഥകൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് കേട്ടാൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കത്തില്ല. വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ ക്രിസ്തുവിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ കയറണം. കാരണം ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അപ്പോൾ വിശ്വാസം വർദ്ധിക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് എൻ്റെ വിശ്വാസം വർദ്ധിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കത്തില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലും പറയാം വിശ്വാസം വർദ്ധിക്കട്ടെ എന്ന് പറയുമ്പോൾ 2 കൈ ഉയർത്തി ഇമോഷണലായിട്ടൊന്ന് കരഞ്ഞാൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കത്തില്ല. ആമേൻ. വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ വിശ്വാസം വർദ്ധിക്കാനുള്ള പ്രവൃത്തികൾ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം വർദ്ധിക്കത്തുള്ളൂ. ആമേൻ. വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ എന്തുള്ളൂ? ദൈവരാജ്യത്തിൽ നമുക്ക് എന്തെങ്കിലും നേടാൻ കഴിയണമെങ്കിൽ എന്ത് വേണം? വിശ്വാസം വേണം. അതാണ് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ പറഞ്ഞത്. വിശ്വാസം കൂടാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. അപ്പോൾ വിശ്വാസം, ഇപ്പം നമ്മൾ ഒരു ദേശത്ത് ചെല്ലുമ്പോൾ ആ ദേശത്തെ കറൻസി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ആ ദേശത്തെ രൂപ അല്ലെങ്കിൽ ആ ദേശത്തെ കാശ് നമ്മുടെ കയ്യിലുണ്ടെങ്കിലേ നമുക്ക് എന്തെങ്കിലും മേടിക്കാൻ കഴിയുള്ളൂ. ഇപ്പം നമ്മൾ ഏത് രാജ്യത്ത് ചെന്നാലും ആ രാജ്യത്തിൻ്റെ കറൻസി നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. എങ്കിലേ നമുക്കവിടെ വിനിമയം നടത്താൻ പറ്റുള്ളൂ, കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇതുപോലെ തന്നെയാണ് ദൈവരാജ്യത്തിലായിരിക്കുന്ന നമുക്ക് എന്താവശ്യമാണ്? ദൈവരാജ്യത്തിൻ്റെ കറൻസി ആകുന്ന വിശ്വാസം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് കറൻസി ഉണ്ടെങ്കിൽ, കാശുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമാണ്. ഒരു കടയിൽ കയറി ചെല്ലുമ്പോൾ പേടിക്കണ്ട. അല്ലെങ്കിൽ നമ്മൾ ഇത് നമുക്കവിടെ കയ്യിലിരിക്കുന്ന പൈസ കൊണ്ട് തികയുമോ എന്നൊരു ചിന്ത നമുക്കില്ല. കാരണം നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് പൈസ ഉണ്ടെങ്കിൽ. അല്ല, നമ്മുടെ ഈ 10 രൂപയേ ഉള്ളൂ, 12 രൂപയുടെ സാധനമാണെങ്കിൽ പിന്നെ നമ്മളിത് ആലോചിക്കണം. നമ്മളവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കണം, എന്നാ ചെയ്യണം കർത്താവേ, ഇത് നടക്കുമോ? അപ്പോൾ അയാളോട്, ആ കട നടത്തുന്ന ഷോപ്പ് കീപ്പറോട് ചോദിക്കുന്നു, അല്ലെങ്കിൽ ഉടമസ്ഥരോട് ചോദിക്കുന്നു, എനിക്ക് 2 രൂപ ഡിസ്കൗണ്ട് തരാമോ എന്നൊക്കെ ചോദിക്കുന്നു. എന്തിനാ? നമ്മുടെ ഈ കറൻസി ഇല്ലാത്തത് കൊണ്ടാണ്. എന്നാൽ കറൻസി ഉണ്ടെങ്കിലോ നമുക്ക് സന്തോഷത്തോടെ കയറി നമുക്ക് ഇഷ്ടമുള്ളത് മേടിച്ചുകൊണ്ട് പോകാം. അതുപോലെ തന്നെയാണ് ആമേൻ ദൈവരാജ്യത്തിലെ കറൻസിയാണ് ആമേൻ എന്താണ്? വിശ്വാസമെന്ന് പറയുന്നത്. ആമേൻ. ദൈവരാജ്യത്തിൽ നമ്മൾ അത്ഭുതങ്ങളെ കാശ് കൊടുത്തിട്ടല്ല മേടിക്കുന്നത്. ആമേൻ. ദൈവരാജ്യത്തിലെ പോസിബിലിറ്റീസ് അല്ലെങ്കിൽ ദൈവരാജ്യത്തിലെ അനുഗ്രഹങ്ങളെ നമ്മൾ സ്വീകരിക്കുന്നത് വിശ്വാസത്തിലൂടെ. അതുകൊണ്ടാണ് പറഞ്ഞത് എബ്രായ ലേഖനം 11:6 ഒന്നുകൂടെ ഞാൻ പറയാം. അവിടെ പറയുന്നു, വിത്തൗട്ട് ഫെയ്ത്ത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു പ്ലീസ് ഗോഡ്. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല വിശ്വാസം കൂടാതെ. മത്തായിയുടെ സുവിശേഷം 9:29 പറഞ്ഞു, അക്കോർഡിംഗ് ടു യുവർ ഫെയ്ത്ത് ലെറ്റ് ഇറ്റ് ബി ടു യു. നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെന്ന് യേശു പറഞ്ഞു. അപ്പം നോ ഫെയ്ത്ത് എന്താണ്? അവിടെ ട്രാൻസാക്ഷൻ ഇല്ല, അല്ലെങ്കിൽ അവിടെ നമുക്ക് വിനിമയം നടക്കുന്നില്ല. ഫെയ്ത്ത് ആക്ടിവേറ്റ്സ് ഹെവൻ. വിശ്വാസമാണ് സ്വർഗത്തെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ കൂടുതൽ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്കെന്താണ്? ഗ്രേറ്റർ ആക്സസ് ആണ് ലഭിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം കാശ് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാം, കൂടുതൽ സാധനങ്ങൾ മേടിക്കാം എന്ന് പറയുന്നത് പോലെ തന്നെ എന്താണ്? നമ്മുടെ കയ്യിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് അവൻ കിങ്ഡത്തിനകത്തുനിന്ന് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഇഫ് യു ബിലീവ് ഓൾ തിങ്സ് ആർ പോസിബിൾ. നിങ്ങൾ വിശ്വസിച്ചാൽ എല്ലാം നിങ്ങൾക്ക് സാധ്യമാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതെല്ലാം കർത്താവ് പറയുന്നതോ വിശ്വാസം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാ പറയുന്നത് ഇൻക്രീസ് യുവർ ഫെയ്ത്ത്. അപ്പം വിശ്വാസം വർദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ പറ്റുമോ? ഇല്ല. വിശ്വാസം വർദ്ധിക്കണമെന്ന് കരഞ്ഞുകൊണ്ടിരുന്നാൽ പറ്റുമോ? ഇപ്പോൾ എനിക്ക് എൻ്റെ മസിൽസൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യണം, ഞാനിതങ്ങ് കരയുക, എൻ്റെ മസിൽ ഡെവലപ്പ് ആകണമേ, എൻ്റെ മസിൽ ഡെവലപ്പ് ആകണമേ എന്ന് പറഞ്ഞ് കരഞ്ഞാൽ മസിൽ ഡെവലപ്പ് ആകുമോ? ഇല്ല.
ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. മസിൽ ഡെവലപ്പ് ആകണമെങ്കിൽ അതിന് തക്കതായ ഭക്ഷണം കഴിക്കണം. അതുപോലെയാണ് വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ അതിന് തക്കതായ ഭക്ഷണം. അതെന്തുവാണ്? ദൈവത്തിൻ്റെ വചനം. റോമാലേഖനം 10:17 നമ്മളിപ്പോൾ വായിച്ചു. വിശ്വാസം കേൾവിയാൽ എന്ത് കേൾക്കണം? ക്രിസ്തുവിൻ്റെ വചനം. അപ്പോൾ ദൈവവചനം വായിക്കണം. ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിക്കണം. വായിച്ചാൽ മാത്രം പോരാ, വചനം ധ്യാനിക്കണം. പിന്നെ വചനം കേൾക്കണം. വചനമാണ് നമ്മുടെ ഭക്ഷണം. അപ്പോൾ ആ ഭക്ഷണം എങ്ങനെ പറ്റും? അത് നമുക്ക് സ്വയമേ വായിച്ചെടുക്കാം. നമുക്ക് നല്ല രീതിയിൽ ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കാം. അത് നമ്മുടെ അകത്തോട്ട് ചെല്ലുന്തോറും നമുക്ക് സാധ്യതകൾ വർദ്ധിക്കുക. പിന്നെ മെഡിറ്റേറ്റ് ചെയ്യുക, ദൈവവചനം ധ്യാനിക്കുക. അപ്പോൾ മാക്സിമം ദൈവവചനത്തെ ഭക്ഷിക്കുക. 2, സ്പീക്ക് ദ വേർഡ്. ദൈവവചനം പറയുക. സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ വചനം പറഞ്ഞു. 2 കൊരിന്ത്യർ 4:13 പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വായിൽ നിന്ന് വചനം തന്നെ വരണം. പിന്നെ വർക്ക് ചെയ്യുക. ദൈവവചനം എന്തു പറയുന്നു ആ ആക്ഷൻ നമ്മൾ എടുക്കുക. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറഞ്ഞു, നിങ്ങൾ എൻ്റെ നാമത്തിൽ രോഗികളുടെ മേൽ കൈവെക്കുമ്പോൾ സൗഖ്യമാകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അത് നമ്മുടെ ഉള്ളിൽ കയറി നമുക്ക് വിശ്വാസം വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? രോഗികളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ പറയും, ഒന്നാമത് സൗഖ്യമായില്ല, നോ പ്രോബ്ലം, വീണ്ടും ഒന്നുകൂടെ പ്രാർത്ഥിക്കും, സൗഖ്യമാകും. ദൈവവചനം പറഞ്ഞത്. അതുകൊണ്ട് ഇന്ന് പ്രഭാതി പ്രിയപ്പെട്ടവരെ എന്താ ചെയ്യേണ്ടത്? ഹല്ലേലൂയ, ദൈവവചനം ഭക്ഷിക്കുക, ദൈവവചനം ധ്യാനിക്കുക, ദൈവവചനം പറയുക. ദൈവവചനം മാക്സിമം അകത്ത് റെവലേഷനായിട്ട് കയറുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാൻ കാരണമാകും. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി കർത്താവിനോട് സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ഒന്നുകൂടെ സ്തോത്രം പറഞ്ഞാട്ടെ. അപ്പോൾ ദൈവവചനം ഇല്ലെങ്കിൽ എന്തില്ല? നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് വചനം കയറാത്തിടത്തോളം കാലം നമുക്ക് വിശ്വാസത്തെ നമ്മളിൽ ഡെവലപ്പ് ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് ദൈവവചനമാണ് നമുക്ക് വിശ്വാസം കൊണ്ടുതരുന്നത്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ഫെബ്രുവരി മാസത്തിൽ നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം കേട്ടോ. അത് നമ്മൾ ഇൻറ്റൻഷ്യലി നമ്മൾ ആഗ്രഹിക്കണം, എൻ്റെ വിശ്വാസം വർദ്ധിക്കണം. അതിന് ഞാൻ എന്നാ ചെയ്യണം? വിശ്വാസം കേൾവിയാൽ, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താൽ, കൃപയുള്ള വചനം കേൾക്കണം. അപ്പോഴാണ് വിശ്വാസം വർദ്ധിക്കുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. നമ്മുടെ പാനപാത്രം നിറഞ്ഞു കവിയും. നന്മയും കണ്ടേ നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരും. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തിരി പോലെ അത്യന്തം വർദ്ധിച്ചു വരും. We are blessed. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you. വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും. വിശ്വാസം ദൈവരാജ്യത്തിലെ കറൻസിയാണ്. വിശ്വാസം വർദ്ധിപ്പിക്കണം. എങ്കിലേ ദൈവരാജ്യത്തിലെ അത്ഭുതങ്ങളിലൂടെ ജീവിക്കാൻ കഴിയുള്ളൂ. God bless you.